കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ലഹരി മെറ്റീരിയൽ വേണമെങ്കിലും 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയിൽ അവൈലബിൾ. അത്ര അവൈലബിലിറ്റിയാണ് കേരളത്തിൽ. ഈ ലഹരി മരുന്നിന്റെ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അവിശ്വസനീയമായ സപ്ലൈ ചെയിൻ ആണ് കേരളം. എല്ലാ ഭാഗങ്ങളിലേക്കും പരന്നു കഴിഞ്ഞു. സാധാരണക്കാരിലേക്കും എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കുന്ന സിനിമ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന എല്ലായിടത്തേക്കും വ്യാപകമായി കഴിഞ്ഞു. ഗവൺമെന്റ് ചോദിച്ചാൽ പറയും ഞങ്ങൾ കേസെടുത്തതിന്റെ കണക്ക് പറയും. ഏറ്റവും കൂടുതൽ കേസെടുത്തേക്കണ എന്തിൽ? ഈ വലിക്കുന്ന ആളുകൾക്കെതിരെയാണ് കേസെടുത്തേക്കുന്നത്. എന്നിട്ട് അപ്പൊ തന്നെ അവനെ ജാമ്യത്തിൽ വിടും. അവൻ ജാമ്യം ഇട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആദ്യം ഇത് മേടിച്ച് പിന്നെ വിളിക്കും. എൻഫോഴ്സ്മെന്റ് ആണ് പ്രധാനം. സപ്ലൈ ചെയിൻ പൊളിക്കണം. ഈ സപ്ലൈ ചെയിൻ എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് സപ്ലൈ ചെയിൻ എന്ന് മനസ്സിലായി അത് ബ്രേക്ക് ചെയ്യാതെ കേരളം രക്ഷപ്പെടില്ല. പിന്നെ എക്സൈസിന്റെയും പോലീസിന്റെ പണിയാണ് ബോധവൽക്കരണം. ബോധവൽക്കരണത്തിന് എന്തോരം സാമൂഹ്യ സംഘടനകൾ, മതസംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. യുവജന സംഘടനകൾ അവരൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് ഇവരാണ് ബാനറും കെട്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. മുഖ്യമന്ത്രി നടത്തിയ മീറ്റിംഗിലും ബോധവൽക്കരണം സെക്കൻഡാണ്. ബോധവൽക്കരിച്ചാലൊന്നും മാറുന്നില്ല. സാധനത്തിന്റെ അവൈലബിലിറ്റി ഇല്ലാതാക്കണം. ഇല്ലേ? ബോധവൽക്കരണം കേട്ടിട്ട് ആരെങ്കിലും ഇത് ഉപേക്ഷിച്ചാൽ നമ്മൾ ഭയപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇതിന്റെ അപകടത്തെക്കുറിച്ച് ഭയപ്പെടുത്തുക. ഇനിയുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് പെടുത്താതിരിക്കുക. പിന്നെ പെട്ടുപോയവന് ഡി അഡിക്ഷൻ സെന്ററും അങ്ങനെയുള്ള സംവിധാനങ്ങളും റീഹാബിലിറ്റേഷൻ സെന്ററും ഒക്കെ തുടങ്ങി പെട്ടുപോയവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അല്ലാതെ ഈ വാചക വടി കൊണ്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പൊളിറ്റിക്കൽ പേട്രണേജും അവസാനിപ്പിക്കണം.